പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 6-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം പറയണം. എല്ലാവരും ആരും മൗനമായിരിക്കില്ല. ഇന്ന് രാവിലെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കാനല്ല കർത്താവ് നിങ്ങളെ ഉണർത്തിയത്. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറയാനാണ് കർത്താവ് നമ്മളെ ഉണർത്തിയിരിക്കുന്നത്. മൗനമായിരിക്കുക, ഈ വായ അടച്ചു പിടിക്കുന്നത് പിശാചിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവസന്നിധിയിൽ സ്തോത്രം പറയുക എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവസന്നിധി കൈകളെ ഉയർത്തുക എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കൈകൾ ഉയർത്തി കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് നല്ലവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങൾ അങ്ങേ ഒരുമിച്ച് ആരാധിക്കുന്നു, ഒരുമിച്ച് സ്തോത്രം ചെയ്ത് കർത്താവെ അങ്ങ് നല്ലവനാ കർത്താവെ, അങ്ങയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, ഞങ്ങളോടുള്ള ദയ എന്നേക്കുമുള്ളത്, ഞങ്ങളോടുള്ള കരുണ എന്നേക്കുമുള്ളതാ കർത്താവെ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവെ. 65-ാം സങ്കീർത്തനം പറയുന്നു, ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് അങ്ങേക്ക് യോഗ്യം. കർത്താവിന് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജഡവും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അപ്പം സ്തുതി യോഗ്യനായ നമ്മുടെ കർത്താവിന് ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ക്രിസ്തുയേശുവിൽ ജയ ഉത്സവമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്തു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നു, നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ, കുടൽ സംബന്ധമായ രോഗങ്ങൾ, ഹല്ലേലൂയ, ഗോൾ ബ്ലാഡർ സംബന്ധമായ രോഗങ്ങൾ, ഹല്ലേലൂയ, പാൻക്രിയാസ് സംബന്ധമായ രോഗങ്ങൾ, നടുവിനോടുള്ള ബന്ധത്തിലുള്ള രോഗങ്ങൾ ഇപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അത് സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പകർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണം. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ വഴികൾ തുറക്കപ്പെടുന്ന ദിവസം, മെയ് മാസം തീരുന്നതിന് മുമ്പ് അത്ഭുതകരമായ വാതിലുകൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവേ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ വിവാഹം ഏറ്റവും വേഗത്തിൽ, ഏറ്റവും അനുഗ്രഹമായി, ഏറ്റവും ഭംഗിയായി നടക്കുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നലത്തെ നീറ്റ് എക്സാംസിൽ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിച്ചതിന് സ്തോത്രം ചെയ്തു. നല്ല റിസൾട്ട് കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിനെ കരുതണം. ഇന്ന് കർത്താവ് വൈകിട്ട് നമ്മുടെ മീറ്റിംഗ് ഏറ്റവും ബ്ലസ്ഡായി തീരണം, അനുഗ്രഹപൂർണ്ണമായി തീരണം, മഹത്വപൂർണ്ണമായി തീരണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം 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 അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ മൊബൈൽ അലാം അല്ലെങ്കിൽ റിമൈൻഡർ സെറ്റ് ചെയ്യണം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കും. നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കണം. അത് നിങ്ങളുടെ ലൈഫിൽ പുതിയ ലെവലിലേക്ക് നിങ്ങളെ ഉയരുവാൻ കർത്താവ് നിശ്ചയമായിട്ടും സഹായിക്കും. അതുകൊണ്ട് മീറ്റിംഗ് മിസ്സാകല്ലേ. നിങ്ങൾ പകൽക്കാലം മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. 1. 2, നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ പറയണം. ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗ് അവരെ നിങ്ങൾ പങ്കെടുപ്പിക്കണം. അങ്ങനെയാണ് നമുക്ക് കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായി പങ്കെടുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സദൃശവാക്യം 25-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രോവർബ്സ് ചാപ്റ്റർ 25 വേഴ്സ് 28. അവിടെ പറയുന്നു,
ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ, നോ റൂൾ ഓവർ ഹിസ് ഓൺ സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നിൽ തന്നെ കൺട്രോൾ ഇല്ലാത്ത മനുഷ്യൻ, ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ. ഈ ദൈവമക്കൾക്ക് ആത്മസംയമനം ആവശ്യമാണ്. ഈ പലർക്കും ഈ ഭയങ്കര എടുത്തുചാട്ടമാണ്. പലർക്കും എന്താ പറയുന്നതെന്ന് അറിയാൻ മേല, പലർക്കും എന്താ അവർ പ്രതികരിക്കുന്നതെന്ന് അറിയാൻ മേല, പലർക്കും അവർ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിന് ചേർന്ന റെസ്പോൺസ് അല്ല അവർ ചെയ്യുന്നത്. അത് വല്ലാതെ കോപിക്കുന്നു, വല്ലാതെ പ്രതികരിക്കുന്നു, വല്ലാത്ത വാക്കുകൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വല്ലാത്ത ആക്ഷനുകൾ കാണിക്കുന്നു. ഇതൊക്കെ ദൈവമക്കൾക്ക് ചേരാത്തതായ കാര്യങ്ങൾ. കർത്താവിൻ്റെ മക്കൾ എപ്പോഴും സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, വീണ്ടും ജന്മം പ്രാപിച്ചു കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഫലമാണ് സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ആത്മസംയമനം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ ഒരു നിയന്ത്രണം നമുക്കുണ്ടാകും. ചിലർക്ക് എല്ലാം കൊള്ളാം, പ്രാർത്ഥന നല്ലതാണ്, ആരാധന നല്ലതാണ്, എല്ലാം കൊള്ളാം. പക്ഷെ ഒരു വിഷയം വരുമ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവർ പറയുന്ന വാക്കുകൾ എന്തെന്നോ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നോ അറിയാതെ പിന്നീട് അവർ ദുഃഖിക്കും. അയ്യോ അങ്ങനെ ഇപ്പം പുറകിലൊരു നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകിലൊരാൾ ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ ആക്ച്വലി നമ്മൾ സ്പീഡ് കുറഞ്ഞു പോയതിൻ്റെ പേരിലായിരിക്കാം അവർ ലൈറ്റ് അടിച്ച്, അവർക്ക് അത്യാവശ്യമുള്ളൂ. അപ്പോഴത്തേക്കും നമുക്കങ്ങ് ടെൻഷൻ, പ്രഷർ കയറുന്നു, നമുക്ക് അകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു. നമ്മൾ തിരിച്ച് ലൈറ്റ് അടിക്കുന്നു, നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു, എന്നാ നിനക്ക് അസുഖം എന്നൊക്കെ രീതി കൈ കാണിക്കുന്നു. ഇതൊന്നും ദൈവമക്കൾക്ക് ചേർന്ന പണിയല്ല. നമ്മളവിടെ ആത്മസംയമനം പാലിക്കണം. ആരെങ്കിലും നമ്മളോട് വിശ്വാസത്തെ പ്രതി എതിർക്കുമ്പോഴോ, അല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോഴൊന്നും നമ്മളവിടെ കോപിക്കേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സെൽഫ് കൺട്രോളാണ്. അത് കുടുംബത്തിലാണെങ്കിലും, ഭാര്യയോടായാലും, ഭർത്താവിനോടായാലും, കുഞ്ഞുങ്ങളോടായാലും, അയൽവാസികളോടായാലും, കൂടെ ജോലി ചെയ്യുന്നവരോടായാലും, ആരോടായാലും നമ്മൾ ആത്മസംയമനം പാലിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നോക്കിക്കേ, കർത്താവ് ആത്മസംയമനമുള്ളവനാണ്. എന്തെല്ലാം കളിയാക്കുകൾ ഏറ്റു, എന്തെല്ലാം കാര്യങ്ങൾ യേശുവിനെ ചെയ്തു, അവിടെ എല്ലാം യേശു ആത്മസംയമനം പാലിച്ചു. യേശു കോപിക്കാറില്ലായിരുന്നു. ആമേൻ. യേശു ആകെ കോപിച്ചത് ആലയത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന സ്ഥലത്ത് കച്ചവടങ്ങൾ കണ്ടപ്പോൾ മാത്രമാണ് കോപിച്ചത്, അല്ലാതെ കോപമില്ലായിരുന്നു. ഇതുപോലെ നമ്മുടെ ലൈഫിലും ആത്മസംയമനം, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ആ കോപ സ്വഭാവം, ആത്മസംയമനമില്ലാത്ത എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസം അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. ഈ സങ്കീർത്തനം 131 ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദ് പറയും, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ, അത്ഭുത വിഷയങ്ങളിലൊന്നും ഞാൻ ഇടപെടാൻ പോകുന്നില്ല. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ അകത്തൊരു വലിയ ചിന്തയൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നിഗളിച്ച്, നമുക്കിപ്പം ഈ കോപവും ക്രോധവും ഒക്കെ കുറേ പേർക്കൊക്കെ വരുന്ന ചിലപ്പോൾ നിഗളം വരുമ്പോൾ ഇത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലേക്ക് അതൊന്നും നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ പറയും, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കും. മിണ്ടാതാക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ തന്നെ കർത്താവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാലും നമ്മൾ മിണ്ടാതാക്കാൻ പഠിക്കണം. അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെയാണ്. എന്ന് വെച്ചാൽ അവർ പറയും, എന്നെ കംപ്ലീറ്റ് കൺട്രോൾ ആക്കി വെച്ചിരിക്കുക. ഇതുപോലെ ആയിരിക്കണം നമ്മളിൽ നമുക്ക് കൺട്രോൾ ഇല്ല എങ്കിൽ, സങ്കീർത്തനക്കാരൻ അവരെ മതിലില്ലാതെ ഇടിഞ്ഞു കിടന്ന പട്ടണം പോലെ, എന്ന് വെച്ചാൽ സേഫ്റ്റി നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും എന്തും സംഭവിക്കാം. മതിലില്ലാതെ പഴയ ഈ ഭാഗങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് പട്ടണങ്ങൾക്ക് മതിലാണ് സംരക്ഷണത്തിന് കിട്ടും. അപ്പോൾ ശത്രു അറ്റാക്ക് ചെയ്യാതിരിക്കാൻ, വന്യമൃഗങ്ങൾ കയറി വരാതിരിക്കാൻ, കള്ളന്മാർ കയറി വരാതിരിക്കാൻ, അല്ലെങ്കിൽ ദോഷങ്ങൾ സംഭവിക്കാതിരിക്കാൻ, ഒന്നും നഷ്ടപ്പെടാതിരിക്കാനൊക്കെ മതിൽ കെട്ടി സൂക്ഷിക്കും. അപ്പോൾ ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ, ആരെങ്കിലും പറയുന്നത് കേട്ടെടുത്ത് ചാടുമ്പോൾ ഓർത്തോളം അവർ ആത്മസംയമനമില്ല, മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കാതെ എന്തും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ആത്മനിയന്ത്രണമുള്ളവരായിത്തീർന്നു. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ പ്രാണനെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണനെ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആക്കുന്നു. അതുപോലെ ആത്മസംയമനമുള്ളവരായി, സെൽഫ് കൺട്രോൾ ഉള്ളവരായി തീരുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണം. ഇന്നിത് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അവരുടെ കണ്ണിന്മേൽ കൺട്രോൾ ഉണ്ടാകട്ടെ, കാതിന്മേൽ കൺട്രോൾ ഉണ്ടാകട്ടെ, നാവിന്മേൽ കൺട്രോൾ ഉണ്ടാകട്ടെ, സ്പർശനം എല്ലാത്തിന്മേലും കൺട്രോൾ ഉണ്ടാവരായി തീരട്ടെ.
ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കൈ ഉയർത്തി പറ, നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എനിക്ക് സെൽഫ് കൺട്രോൾ ലഭിച്ചിരിക്കുക എന്ന് പറ. ഒന്നുകൂടെ പറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് സെൽഫ് കൺട്രോൾ ലഭിച്ചിരിക്കുന്നു. അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ അങ്ങ് ഏൽപ്പിക്കണം. കാരണം പരിശുദ്ധാത്മാവ് എനിക്ക് പലപ്പോഴും പറ്റുന്നില്ല, അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും പറയല്ലേ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമാകും, ഉയർച്ച പ്രാപിക്കും, എല്ലാവർക്കും ഭീതിയായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.